സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സെഷനുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിൻ്റെ ഇൻ്റർവ്യൂസ് അത് UK NHSലേക്കാണെങ്കിലും അയർലൻഡിലേക്കാണെങ്കിലും ഒരുപാട് കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നുള്ള ഒരു ഏരിയയാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ. ഓക്കെ, നമുക്ക് റീസെൻ്റായിട്ട് NHSലേക്കും അയർലൻഡിലേക്കും ഒരുപാട് കുട്ടികൾ എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു മെൻ്റൽ ഹെൽത്തിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവർക്കെല്ലാം കൊടുത്ത ഫീഡ്ബാക്കും അവരുടെയൊക്കെ ഇവാലുവേഷനിൽ നിന്നും മനസ്സിലായ കാര്യമാണ് ഒരു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് നോളജ് എവിടേക്കോ എല്ലാവർക്കും ഉണ്ടായിരുന്നു, എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കറൻ്റ്ലി NHSലും അയർലൻഡിലും വർക്ക് ചെയ്ത മെൻ്റൽ ഹെൽത്തിൻ്റെ കരിയർ പ്രോഗ്രഷൻ നോക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ വേറെ ട്രസ്റ്റിലേക്ക് മാറാൻ നോക്കുന്നവരാണെങ്കിലും നാട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ത്രൂ ഇപ്പം NHS വെയിൽസിൻ്റെ നോർക്കയുടെ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ അയർലൻഡിലേക്കുള്ള മെൻ്റൽ ഹെൽത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, അങ്ങനെ നാട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എടുക്കാൻ വരുന്ന കുട്ടികൾക്കാണെങ്കിലും വലിയൊരു സ്ട്രഗിൾ അവർ മെൻ്റൽ ഹെൽത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് രീതി എങ്ങനെയാണ്, നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർഡ് ആവണം അതിന് വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് മെൻ്റൽ ഹെൽത്ത് ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സെഷനാണ്. അപ്പോൾ കാൻഡിഡേറ്റ് ഓൾറെഡി മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്ത് വന്നതിന് ശേഷമാണ് അവർ ഈ മോക്ക് സെഷൻ എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, നിങ്ങൾ കാണുന്ന സമയത്ത് അപ്പോൾ അതെല്ലാം ഫുള്ളി പ്രിപ്പയർഡ് ആയതിനു ശേഷം മാത്രമേ ഞാൻ എപ്പോഴും ഒരു മോക്ക് സെഷൻ നമ്മുടെ ഒരു കാൻഡിഡേറ്റിന് കൊടുക്കാറുള്ളൂ. അല്ലാതെ അവർ കംപ്ലീറ്റ്ലി ബ്ലൈൻഡായിട്ട് നേരെ തന്നെ വന്ന് നമ്മൾ മോക്ക് കൊടുക്കുക, ഡയറക്റ്റ് സെഷനിലോട്ട് പോകുന്ന പരിപാടിയില്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ആദ്യം നമ്മളൊരു നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാം. അതിന് നമ്മുടെ മാസ്റ്റർ ക്ലാസ് വീഡിയോ ഉണ്ട്, നമ്മുടെ റെക്കോർഡ് സെഷൻസ് വരുന്നുണ്ട്, നമ്മുടെ PDF മെറ്റീരിയൽസ് റെലവൻ്റ് ആയിട്ടുള്ള ഇനി ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്. അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു മോക്ക് സെഷനിലോട്ട് കാൻഡിഡേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. എന്തായാലും മാക്സിമം ഒരു പോർഷനും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാനായിട്ട് നോക്കുക എന്തായാലും. ഓക്കെ, അറ്റ് ദ എൻഡ് വരെയും കാണുക. ഏറ്റവും ലാസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട പോയിന്റ്സും അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മോക്ക് സെഷനിലോട്ട് പോകാം. കേൾക്കുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സാറ് തന്ന് അതും അതിനകത്ത് വായിച്ചു നോക്കിയ കാര്യങ്ങളെല്ലാം കറന്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഞാൻ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കുറവുള്ളത്. അതിനാണല്ലോ നമ്മൾ എന്തായാലും മോക്ക് നടത്തുന്നത് മെയിൻ ആയിട്ട്, അല്ലേ? അപ്പോ എല്ലാ വീഡിയോസ് കണ്ടായിരുന്നോ? റെക്കോർഡ് വീഡിയോസ് നമ്മുടെ 5 hours-ന്റെ? ഇല്ല, 5 ഇല്ല, അത് കണ്ടില്ല. അത് ഞാന് മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കി. ഒരു വീഡിയോ കിട്ടിയിട്ടില്ലായിരുന്നോ NHS ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ? അത് നോക്കില്ല. നോക്കാത്തതാണോ കിട്ടാത്തതാണോ? അത് ഞാൻ വിചാരിച്ചു മറ്റേ ജനറൽ നഴ്സിംഗിന്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു. നമുക്ക് മെന്റൽ ഹെൽത്തിൽ നിന്നും അഡൽട്ടിൽ നിന്നും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം. അത് ഞാൻ നോക്കില്ല. ബാക്കി ഡോക്യുമെന്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി, PDFs കാര്യങ്ങൾ അതൊക്കെ നോക്കി. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എയ്ലീൻ, എന്നാ ഡേറ്റ് എന്നാണ് ഇന്റർവ്യൂവിന്റെ? നാളെ. അടിപൊളി. അപ്പം ഇന്ന് അതൊരു 5 hours-ന്റെ വീഡിയോ ആണ്, അത് കാണണം കേട്ടോ, മസ്റ്റ് ആയിട്ട്. ഞാൻ കണ്ടോളാം. അത് കാര്യം അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന സംഭവങ്ങളും ഇപ്പം മെന്റൽ ഹെൽത്തിലാണെങ്കിലും പേഷ്യന്റിന് ഫോൾ ഉണ്ടാവാം, പേഷ്യന്റിന് കാർഡിയക് ഉണ്ടാവാം, ഇല്ല? അപ്പൊ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ എങ്ങനെ നോക്കും, മെഡിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഇതിനകത്ത് വരുന്ന കാര്യം വെച്ചാൽ നമുക്ക് മെന്റൽ ഹെൽത്തിന്റെ കുറച്ച് സെക്ഷൻസ്, ഇപ്പൊ സെക്ഷൻ 2 അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ആക്ടിന്റെ കുറച്ച് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമുക്ക് ഇതിന് ഇപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്തിന്റെ CBTയുടെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ആകെ 2 ദിവസമാണ് നമുക്ക് ക്ലാസ്സസ് അഡൾട്ടിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളത് മെന്റൽ ഹെൽത്തിൽ. ബാക്കിയുള്ള എല്ലാ ക്ലാസ്സും സെയിം ആണ്. അപ്പം ആ വീഡിയോ ഈ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഞാൻ നോക്കും. മെന്റൽ ഹെൽത്തിൽ ഞാൻ സൈക്കാട്രി വാർഡിൽ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെന്നല്ലാതെ സൈക്കാട്രി അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ അത്ര അക്യൂട്ട് ആയുള്ള പേഷ്യൻസിനെ കണ്ടിട്ടില്ല. അപ്പൊ അത്രയും ഞാൻ പഠിച്ചത് വെച്ചിട്ട് നേരെ അക്യൂട്ടി കൊണ്ടിട്ടപ്പോ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. എല്ലാം അറിയാന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് എങ്ങനെയാണോ പ്രിപ്പയർഡ് ആയിട്ടുള്ളതിനനുസരിച്ച് പറയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത് ചോദിക്കാം. നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ബാക്ക് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? റെഡി ആണല്ലോ? Okay. So, good afternoon, Aileen. How are you? I'm good. How are you? I'm good. Thank you, Aileen. So, are you ready, Aileen? Can we start the session now? Yes. Perfect. So, Aileen, could you please introduce yourself and let me know why you choose this job role? I'm currently working as a Band 5 NHS registered mental health nurse. I have always had a passion to help others. The reason why I choose mental health is because mental health allows me to provide a care in a comprehensive manner.
That's include physical health, emotional well-being, psychological support, social needs, everything. So it's an overall care. I would like to be a part of this nursing field because I wish to provide a comprehensive care to people, and that makes a difference in their life. Okay, that's absolutely fine. And why do you choose this trust, Aileen? What was the reason for coming to Wales? Because you're living in, like, working in London now. So what's the main reason for a big move? As you know, England is a very hectic and busiest city, and it's because it's a reason is quite personal, and because my family and friends are all over here, and I'm the only person I got international recruited from India to England. So that's the main reason. And NHS working in a different NHS trust allows me to get more knowledge. It more affect. It allows me to grow my professional life. So it's basically a new experience. That's fine, no problem. So you mentioned that you need to follow comprehensive manner, psychological, social approach, and everything for the mental health nursing. How do you feel now while you're working in the mental health setting? What are the challenges you have faced, or what do you feel now? When I joined the NHS trust from a very different country, the entire system was different for me. It was absolutely very challenging. I had no clue. What's going on, what's NHS, what's mental health. But when I started, I learned bit by bit, and the challenges are like being mentally stable. It's quite difficult in this new generation. So mental health is really important. I felt like mental health needed equal importance or more than like that of physical health. It's because our mind decides our life. So keeping our mind in a healthy way, it's a really um, challenging task. Okay. The challenges that I faced during while I worked in that area, it's because it is an acute area, acute ward. So the acuity of the mental health problems, the acuity of the ward, it was very challenging, high risk, aggressiveness, violence, self-harming. So it was really a really chaotic atmosphere. But I gained that confidence to manage that challenging situation day by day. How did you got confidence? Have you had Just any by training? Yeah, a lot of training the trust has provided for me. Around 2 months, I had induction trainings, including the physical restrictive practices, Yeah. PMVA training, Yeah. and breakaway training, teamwork, and a lot of training happened. I attended that, and my teamwork, the team that I work together, they are very supportive. They supported me through every lessons. They guided me. They helped me to learn how the system works, Yeah. how the mental health network is spread in a hospital, in community, how we are all connected. So that's the team is quite supportive. That's how I learned. Okay, brilliant. So will you, if you get this opportunity to get selected for this job, are you going to miss your previous staff or your current staff members or your colleagues? Of course, I miss them, but this is my life, so I have to decide what is the best for me. Yeah. So Yeah, that's absolutely fine. Thank you, Eileen. So we'll go to the next question and we'll come back to this one. Yeah. So you said you will be handling most of the aggressive and violent patients all the time. Is it all day, maybe? So how do you handle a situation where a patient is becoming aggressive or violent? this mental health is really unpredictable. So any patient can become aggressive or unpredictable in their behavior at any time. So
the basic thing that I learned that I should be prepared for any time, like prepared for everything at any time. Mm-hmm. But when a patient starts aggressive, Mm-hmm. the first thing that I make sure that the environment, the safety of the people around surrounding that patient, Yeah. including the staff. Mm-hmm. So the best way is to keep other patients safe, Mm-hmm. and then I approach the patient to know um, in a calm and compassionate manner. Mm-hmm. Ask the reason, what's the trigger for them to be getting angry. There will be definitely there will be something, a trigger for them to be a change in their behavior. Yeah. So it's better to understand the triggers that make them angry or violence. Mm-hmm. So approaching them in a calm manner and ask them or addressing their problem, their concern, that can make them calm down, and providing reassurance in a verbally de-escalating them. Mm-hmm. And that is the first thing that I will try to do, make them calm. Yeah. If they are continuing then escalating in their behavior, I need to call the support of my team, Mm-hmm. and we will approach in a team to make them calm. The way I gave them choices. Yeah. If they want to go out for a fresh air break, or if they want to use the de-escalation room, Mhm. there are different options for them to be calm down themselves. Yeah. So that's how I tried to de-escalate the situation. Okay. And if you get a similar situation, how do you make note of it? Do you document it or? Of course, if in my current practice, how do we document is that based on the presentation and behavior, mood and affect of the patient, I will document. If an incident happened, like the physically is an assault or verbal aggression is not much considered as an incident, Yeah. but obviously it is mentioned in their daily notes. Mm-hmm. But if the physical assault, actual assault happened, or any incident happened, Yeah. we have to do an incident report. Mm-hmm. That either we have, if we need to put hands on them, Mhm. restriction, or if we give them rapid trank, obviously we need to make an incident report that we complete the incident report and document it. താങ്ക് യു സോ മച്ച് എലിൻ. യാ, സോ എലിൻ നന്നായിട്ട് പറഞ്ഞു കേട്ടോ, വെരി ഗുഡ്, പെർഫെക്റ്റ്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ആൻസർ പറഞ്ഞപ്പോൾ കുറച്ച് സ്പീഡ് കൂടി പോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ രണ്ടാമതായിട്ട് വന്നപ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയി, പെട്ടെന്ന് ആ സിറ്റുവേഷനായിട്ടൊന്ന് സെറ്റിൽഡ് ആയി, ലൈക്ക് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഇങ്ങനെ വാരി വിതറുമായിരുന്നു മൊത്തത്തിൽ കേട്ടോ. എന്തായാലും എനിക്ക് ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ കറന്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാ. അത്രേ ഉള്ളൂ. അപ്പൊ അതൊന്ന് എന്റേതായ രീതി ഒന്ന് ഓർഗനൈസ് ചെയ്ത് പറയാനുള്ള ഒരു പ്രാക്ടീസ് അത്രേ ഉള്ളൂ. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എന്നാലും ഇപ്പൊ പറഞ്ഞ രീതി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഓക്കെയാണ്. ആദ്യത്തെ ഇനിഷ്യലി പറഞ്ഞു വന്നപ്പോൾ ലൈക്ക് എന്ന് വെച്ചാല് കറന്റ് വർക്കിംഗ് ആസ് എ രജിസ്റ്റർ മെന്റൽ ഹെൽത്ത് നഴ്സ്, കുറച്ചും കൂടെ കാര്യങ്ങൾ പറയായിരുന്നു. ലൈക്ക് ഭയങ്കര ഷോർട്ട് ആയി പോയി ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, മനസ്സിലായോ? പേര് പറഞ്ഞു, കറന്റ് വർക്കിംഗ് ആസ് രജിസ്റ്റർ മെന്റൽ, ലൈക്ക് പ്രീവിയസ്ലി എന്ത് ചെയ്തു, അതിന് മുന്നേ ഉള്ള കാര്യം പറയാൻ നമുക്ക് വേണമെങ്കിൽ. പിന്നെ ലൈക്ക് ഹൗ മെനി ഇയേഴ്സ് യു ബീൻ വർക്കിംഗ് ഇൻ ദ UK, ഏതെല്ലാം സെറ്റിംഗിൽ വർക്ക് ചെയ്യാണ്, അക്യൂട്ട് സെറ്റിംഗ് ആദ്യമേ പറയാമായിരുന്നു. ലൈക്ക് അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നമുക്ക് ആദ്യം ഇടാം. ആദ്യം ലൈക്ക് ഗിവിംഗ് ദ ഇംപ്രഷൻ ഫസ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ, മസ്റ്റ് ആയിട്ട്. കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കറന്റ് വർക്കിംഗ് രജിസ്റ്റർഡ് മെന്റൽ ഹെൽത്ത് എത്ര നാളായിട്ട്, പ്രീവിയസ് എന്താണ് എക്സ്പീരിയൻസ്, ഡൈവേഴ്സ് ലെവൽസ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, മെഡിക്കൽ സർജിക്കൽ ഉണ്ടെങ്കിൽ അതെല്ലാം പറയാം, നമുക്ക് അതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഏത് സിറ്റുവേഷൻസ് എനിക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയാം. ആൻഡ് ഈ UK എക്സ്പീരിയൻസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഐ കംപ്ലീറ്റ്ലി ബിലീവ് ഐ വിൽ ബി വെരി ഫോർച്യുനേറ്റ് ഇഫ് ഐ ഗെറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് പറയാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് നല്ല ലൈക്ക് പോഷ് വേർഡ്സ് യൂസ് ചെയ്ത് നല്ലൊരു ബട്ടർ കോട്ടിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, മനസ്സിലായോ? ഓക്കെ, ആദ്യത്തെ ഒരു ഇംപ്രഷൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും. മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കോംപ്രിഹെൻസീവ് മാനർ, സൈക്കോളജിക്കൽ, സോഷ്യൽ, ക്യാൻ റെഡ്യൂസ് ദ പേസ്, ലൈക്ക് കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു. എന്തായാലും ആ സമയത്ത് കുറച്ച് സ്പീഡ് കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നു തുടക്കത്തില്. പിന്നെ അതെല്ലാം പെട്ടെന്ന് ഓക്കെ ആയിട്ട് വന്നു, എന്തായാലും ആദ്യത്തെ സമയത്ത് മാത്രം. പിന്നെ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നുള്ള റീസൺസും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ട്രസ്റ്റിന്റെ വാല്യൂസും ട്രസ്റ്റിന്റെ കാര്യം കൂടെ പറഞ്ഞാൽ നല്ലതായിരിക്കും. കാര്യം പിന്നീട് ആ ഒരു ക്വസ്റ്റ്യൻ വരണം നിർബന്ധമില്ല. അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ അവർ ചോദിക്കുന്നു നോക്കുക.
വൈ ഡു യു ചൂസ് ദിസ് ജോബ് റോൾ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്തൊരു ഹിഡൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ട്രസ്റ്റ്. ഓക്കെ. പിന്നെ ഫാമിലി റീസൺസ് പറഞ്ഞു. അതാണ് ബീങ് ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് ഓൾവേസ്. ബീങ് ഓണസ്റ്റ് അല്ലെങ്കിൽ ബീങ് ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് മെയിൻ റീസൺ ഇസ് ഫാമിലി റീസൺസ് ടു ഗെറ്റ് എ പ്രോപ്പർ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളതായിട്ട് നമുക്ക് പറയാം എന്തായാലും. പിന്നെ കോസ്റ്റ് ഓഫ് ലൈഫ് അത് എടുത്ത് പറയണം. ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയണേ, ബിക്കോസ് നമുക്ക് ഒരുപാട് പേര് ലണ്ടനിൽ നിന്ന് മിഡ്ലാൻഡ്സിലോട്ട് വരും, നമ്മുടെ അടുത്തേക്ക് ഇന്റർവ്യൂവിന് വരും. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അവിടെ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടായിരിക്കും അവർ സഫോക്കിലോ അല്ലെങ്കിൽ ഈസ്റ്റ് ലണ്ടനിലൊക്കെ വർക്ക് ചെയ്യുന്നു, പക്ഷെ ലിവിംഗ് കോസ്റ്റ് കാരണമാണ് മിഡ്ലാൻഡ്സിലോട്ട് മൂവ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതൊരു പ്രോപ്പർ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ചലഞ്ചിങ് സിറ്റുവേഷൻ വെൻ സ്റ്റാർട്ടഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണെന്നും അവിടെയും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന്. ആദ്യം മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ അക്യൂട്ട് ബോർഡ്, ഹൈ റിസ്കിന്റെ കാര്യങ്ങൾ, അഗ്രസീവ് ട്രെയിനിങ് എല്ലാം എടുത്തു. അതാണ് ഞാൻ ചോദിച്ചത്, ട്രെയിനിങ് എന്തെങ്കിലും കിട്ടിയോ? ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എല്ലാ ട്രസ്റ്റിലും ഒരുപോലെ ഉള്ളതല്ല. അപ്പൊ ഞങ്ങളുടെ ട്രസ്റ്റില് PMVA ട്രെയിനിങ് എന്നാണ് പറയാ. എന്താണ് വയലൻസ്, മറ്റേ നമുക്ക് ഈ ഹോൾഡ് ചെയ്യാനുള്ള ഹോൾസ് ഒക്കെ. അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. കാര്യം എന്താ സംഭവം വെച്ചാല് നമ്മുടെ കോമ്പീറ്റൻസി നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മളെ കോമ്പീറ്റന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ ഒരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ എന്തൊക്കെ കോമ്പീറ്റൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം അവരുടെ അടുത്ത് അറിയിക്കാം. അപ്പൊ അവർ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇപ്പം എല്ലാവരും വന്ന് നോർമൽ ആൻസർ പറഞ്ഞിട്ട് പോകും. നമ്മൾ കുറച്ചും കൂടെ കൈൻഡ് ഓഫ് ഒക്കെ ഞാൻ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മളെ തന്നെ ബോസ്റ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് എന്തായാലും. അപ്പൊ അത് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ലൈക് മോർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ഇംപ്രസ്ഡ് ആയിരിക്കും ആൻസറിൽ. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതർ ദാൻ ദാറ്റ് നന്നായിട്ട് തന്നെ പറഞ്ഞു. എനിക്കൊന്ന് ഈ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തു ഓൾമോസ്റ്റ്. വേറെ ഒന്നും സെപ്പറേറ്റ് സോഷ്യൽ ആസ്പെക്ട്, സൈക്കോളജിക്കലി, ഇമോഷണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഹോളിസ്റ്റിക്കലി ഡീൽ ചെയ്യുന്നുള്ള കാര്യം കൂടി വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്തായാലും. പിന്നെ കെയറും കമ്പാഷനേറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. റിക്കവറി ഫോക്കസ്ഡ് ഒക്കെ അറിയാം. പിന്നെ അഗ്രസീവിന്റെ കാര്യം നന്നായിട്ട് പറഞ്ഞു കേട്ടോ, നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു ആ ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. എനിക്ക് നല്ല അനുഭവം ഉണ്ട്. നല്ല അനുഭവം ഉണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്തു. ആൻസേഴ്സ് എല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ. എല്ലാ ടൈം അതിനെ പ്രിപ്പയർനെസ് എന്നാണ് പറയുന്നത് ആ വാക്ക്. ഓക്കെ, പ്രിപ്പയർനെസ് എന്ന് പറയാം വാക്കിനെ പറയുന്ന പേര്. ദെൻ സേഫ്റ്റി ഓഫ് എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് സ്റ്റാഫ്, അതർ പേഷ്യന്റ് കാര്യം പറഞ്ഞു. വെരി ഗുഡ്. കാം ആൻഡ് കമ്പാഷനേറ്റ് മാനർ. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു സേഫ് ഗാർഡ് ദെയർ സേഫ്റ്റി അതും കൂടെ പറയുക. അവരുടെ സേഫ്റ്റി സേഫ് ഗാർഡ് ചെയ്യേണ്ടത് ആ വാക്ക് തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. പിന്നെ നമ്മൾ പറയുന്ന സമയത്ത് ലൈക്ക് നമ്മളാണല്ലോ എല്ലാ കാര്യത്തിനും അക്കൗണ്ടബിൾ, റെസ്പോൺസിബിൾ, ആ കാര്യം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ട്രിഗറിന്റെ പോയിന്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ട്രിഗറിന്റെ കാര്യം വെരി ഗുഡ്. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അഡ്രസ് ചെയ്യുക, കൺസേൺ റീഅഷ്യൂർ ചെയ്യുക, വെർബലി ഡീഎസ്കലേറ്റ് ചെയ്യുക. വെരി ഗുഡ്, നല്ല പോയിന്റ് ആണ്. പിന്നെ ഹെൽപ്പും കാര്യങ്ങളും ആവശ്യമുള്ളപ്പം എന്ത് ചെയ്യുക, എസ്കലേറ്റ് ചെയ്യുക. പിന്നെ അവരുടെ ചോയ്സസ് റെസ്പെക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, നല്ല പോയിന്റ് ആണ്. മൂഡ് ആൻഡ് എഫക്ട് അനുസരിച്ച് ഡോക്യുമെന്റ് ചെയ്യുന്ന കാര്യം അത് ഞാൻ ചോദിച്ചു. അതാണ് ഡോക്യുമെന്റേഷൻ വിട്ടുപോകരുത് ഒരിക്കലും. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ നമ്മുടെ ഒരു എവിഡൻസ്, നമ്മളെല്ലാം ചെയ്തതിന് എവിഡൻസ് എന്താ, ഡോക്യുമെന്റേഷൻ ആണ്. ആൻഡ് ഐ വിൽ മെയിൻറ്റെയിൻ പ്രോപ്പർ റിപ്പോർട്ടിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ എന്ന് എഴുതുക, പറയുക എന്തായാലും. ഓക്കെ, ഡോക്യുമെന്റേഷൻ. പിന്നെ ഫിസിക്കൽ അസോൾട്ട്, അതും ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഫിസിക്കൽ അസോൾട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഇൻസിഡന്റ് ഫോം ആൻഡ് എസ്കലേറ്റ് ചെയ്ത് നഴ്സ് ഇൻചാർജ് എന്നുള്ള കാര്യം വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ മെഡിക്കൽ നമ്മളിലേക്ക് എന്ന് പറയാം. അതും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തു. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ടുള്ള സംഭവം പറയാനില്ല. പ്രയോറിറ്റൈസിങ് സേഫ്റ്റി ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസേൺ ഉള്ള ഒരു പോയിന്റ്. ഓക്കെ, പക്ഷെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് നന്നായിട്ട് തന്നെ, ഇപ്പോഴത്തെ കറണ്ട് എക്സ്പീരിയൻസിൽ നിന്ന് നന്നായിട്ട് തന്നെ. അപ്പൊ നമുക്ക് 2-3 സെനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്തായാലും. ഓക്കെ അല്ലേ? അതിന് മുന്നേ ഹൗ ഡു യു മാനേജ് യുവർ ഓൺ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ് എലീൻ? അപ്പം അല്ലാതെ ഇനിയും കംപ്ലീറ്റ്ലി നോളജബിൾ ആണ്. എനിക്ക് കൂടുതൽ കമന്റ്സ് ഒന്നും പറയാനില്ല. യു ഡിഡ് റിയലി വെൽ. നല്ല സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ട്, പേസ് എല്ലാം പിന്നെ പ്രോപ്പർ ആയിട്ട് ലൈക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ആദ്യത്തെ ഒരു നെർവസ്നെസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നി. പിന്നെ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. പക്ഷെ ജസ്റ്റ് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്ക്, യു അബ്സല്യൂട്ട്ലി ഫൈൻ. ജസ്റ്റ് ആൻസേഴ്സ് അറിയുന്ന ഒരു പാറ്റേൺ, ജസ്റ്റ് ഒരു ലൈക്ക് സ്പീഡ് കൂട്ടിയെന്ന് കണ്ടാലും മതി, നോ പ്രോബ്ലം. ഓക്കെ, ക്ലിയർ ആണോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ എന്തായാലും? ഓക്കെ, അപ്പം ഒരു ഐഡിയ കിട്ടിയോ ജസ്റ്റ് ഈ മോക്കും കൂടെ നടത്തിയപ്പോ? കിട്ടി. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. കാരണം ഞാൻ ഇന്റർവ്യൂ കിട്ടി ഇവിടെ വന്നപ്പോ ഇനിയൊന്നും പഠിക്കണ്ടല്ലോ, കഴിഞ്ഞല്ലോ എന്നുള്ളത്, ഇനിയൊരു ഇതിന് പ്രിപ്പറേഷൻ വേണ്ടല്ലോ എന്ന് ഓർത്ത് റിലാക്സ് ചെയ്ത് അങ്ങനെ പോയിരുന്നു. അപ്പൊ ടച്ച് മൊത്തം വിട്ടുപോയി. പിന്നെ ആ ഒരു സ്റ്റേജിലോ ഇനീഷ്യൽ തുടക്കത്തിൽ നാട്ടിൽ നിന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് അതേ സ്റ്റേജിലോട്ട് തിരിച്ചു പോയപ്പോ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു. അതെ, ഇപ്പം മാറി, ഇപ്പൊ ഒരു സമാധാനം ഉണ്ടോ? ജസ്റ്റ് കാര്യങ്ങൾ കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ആ നോളജ്
ഇത്രയേ ഉള്ളൂ. ആ ഉള്ള നോളജ് നമ്മൾ ഉള്ളിൽ ഒതുക്കിയിട്ടേക്കുന്ന കുറെ നോളജ് ഉണ്ട്, അതിനെ കൂടെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. ദാറ്റ്സ് ഇറ്റ്. ഒന്ന് വർക്ക് അറൗണ്ട് ചെയ്താൽ മതി. ഒന്ന് ലൈക്ക് അതാ ഞാൻ ഒന്ന് എഴുതി കൊണ്ടുപോവാ, ഒന്ന് എഴുതുക, വേറെ എന്തൊക്കെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്റെ എക്സ്പീരിയൻസിൽ നിന്ന്, അത് മാത്രം ഒന്ന് ആലോചിക്കുക. പിന്നെ ആദ്യം പറയുമ്പോൾ ട്രെയിനിങ്, എന്തൊക്കെ കോമ്പീറ്റൻസി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് പേഷ്യന്റ് ഹാൻഡ്ലിംഗ് ആവട്ടെ, എല്ലാം അതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതിനകത്ത് പറയാൻ, ലൈക്ക് റിലേറ്റഡ് ടു മെന്റൽ ഹെൽത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ അവർ കുറച്ചും കൂടെ ഇംപ്രസ്ഡ് ആയിരിക്കും. പിന്നെ എൻഡ് ഓഫ് ദി ഇന്റർവ്യൂ ഒരു ഇൻസൈഡ് വിസിറ്റ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു നോക്കുക. Is there any chance I get an inside visit? പിന്നെ ഇതിന് COS ഉണ്ടോ ഒന്നും അറിയില്ല. നാളെ അവിടെ പോയാല് അതൊക്കെ ചോദിക്കാൻ അവര് ചോദിക്കാൻ അവർക്ക് COS പ്രൊവൈഡ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ മിക്കവാറും ഉള്ളതിന് എല്ലാത്തിനും COS പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാര്യം അവർക്ക് കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതൊരു പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ മെന്റൽ ഹെൽത്തിന്റെ അവർ റീസെന്റ് ആയിട്ട് നാട്ടിൽ നിന്ന് ഇന്റർവ്യൂവിന്റെ കാര്യം ഇട്ടിരിക്കുന്നുള്ള അതുവരെ നടത്തിയിട്ടില്ല. സോ ലൈക്ക് അവർക്ക് ആളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും എടുക്കും. അതുകൊണ്ട് അതിൽ വറിയിടാണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് പ്രസന്റ് ചെയ്താൽ മാത്രം മതി എന്തായാലും. പിന്നെ അവിടെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ മെഡിക്കൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ഉള്ള മാനേജ്മെന്റ് ആണ് ആ വീഡിയോയ്ക്കകത്തുള്ളത്. നാളെ 11 മണിക്ക് ഇന്റർവ്യൂ, അതുവരെ സമയമുണ്ട്. അതെ, അപ്പൊ അതിനകത്ത് മെഡിക്കേഷൻ എറേഴ്സ്, സേഫ് ഗാർഡിങ്ങിന്റെ കാര്യങ്ങൾ, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, വൈറ്റൽസ് മോണിറ്റർ. കാര്യം നമുക്ക് എമർജൻസി വരുമ്പോൾ മെന്റൽ ഹെൽത്ത് ആണ് നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ നമ്മളൊരു CPR കൊടുക്കുന്ന ഒക്കെ തന്നെ നമ്മുടെ റോളിനകത്ത് വരുന്ന കാര്യങ്ങളാണ് എന്തായാലും. അപ്പൊ നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് 222 വിളിക്കാം, പക്ഷേ അല്ലെങ്കിൽ 999 വിളിക്കാം. പക്ഷേ എന്തൊക്കെയാണ് നമ്മുടെ അതിനകത്തുള്ള ഒരു പ്രോട്ടോകോൾസ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലായിരിക്കുക എന്തായാലും. ഓക്കെ, അപ്പൊ എന്തായാലും ബെസ്റ്റ് വിഷസ്, നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഉറപ്പായിട്ട് നമുക്ക് നോക്കാം എന്തായാലും. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് തന്നോണ്ടാണ് ആപ്ലിക്കേഷൻ ഇതായാൽ. ഞാൻ 2-3 ആപ്ലിക്കേഷൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്താന്ന് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ചുമ്മാ ഇങ്ങനെ വെയിൽസോട്ട് വാങ്ങുന്നത് മാത്രമേ ഇട്ടുള്ളൂ. അതുകൊണ്ടെല്ലാം റിജക്ട് ആയി പോയി. പിന്നെ എന്റെ പാർട്ട്ണറാ പറഞ്ഞ, നീ ഇങ്ങനെ നോക്കിയിരിക്കണ്ട, നേരത്തെ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം, എന്നാലേ 1 വർഷത്തിനുള്ളിലും കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. വെയിൽസും കൂടെ ആകുമ്പോൾ പിന്നെ ബെറ്ററാ, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റിൽ ആവാം എന്താണെങ്കിലും. എനിവേ, എന്തുണ്ടെങ്കിലും സന്തോഷം. എന്തായാലും കോൺടാക്ട് ചെയ്താലും ബാക്കി കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്താലും ഉറപ്പായിട്ട് കിട്ടും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും ബീങ് ഓപ്റ്റിമിസ്റ്റിക്, അങ്ങനെ തന്നെ പോവുക. എന്താണെങ്കിലും അറിയിക്കാം. നമുക്ക് ബാക്കി ഫീഡ്ബാക്ക് സെഷൻസ് ഇതുപോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ കാണാൻ പറ്റട്ടെ എന്നാലും നമുക്ക് നെക്സ്റ്റ് കേട്ടോ. അപ്പൊ നടക്കട്ടെ കേട്ടോ. ടേക്ക് കെയർ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു, ബൈ. സോ നിങ്ങൾ മോക്ക് സെഷൻ എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്തായാലും. അപ്പോൾ അതിനകത്തുള്ള 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞിരുന്നു. ഏകദേശം ഒരു 10-15 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുള്ള 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ വെബ്സൈറ്റ് www.mallunursingcouple.com നിങ്ങൾക്ക് കയറാം. അതിൽ കയറി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്റ്റസ് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫിൽ ഇൻ ചെയ്യുക. അവിടെ സബ്ജക്റ്റിനകത്ത് എന്താണ് നിങ്ങൾക്ക് എക്സാക്ട്ലി വേണ്ടതെന്നുള്ള കാര്യം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടോപ്പിക്കിനകത്ത് നിങ്ങളുടെ എന്താണ് റീസൺ എന്നുള്ള കാര്യത്തിനടുത്ത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി. അതിന് മെൻ്റൽ ഹെൽത്ത് ആണെങ്കിൽ മെൻ്റൽ ഹെൽത്ത്, വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും അങ്ങനെ NHS ആണെങ്കിലോ അയർലൻഡ് ആണെങ്കിലോ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആരെങ്കിലും ഉറപ്പായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ബാക്കി ഫർദർ അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും എന്തായാലും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഒരുപാട് പേരും ചോദിച്ചൊരു കാര്യമാണ് മെൻ്റൽ ഹെൽത്തിന്. കാര്യം ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കൂടുതലും അഡൾട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടായിരുന്നു. അപ്പോൾ മെൻ്റൽ ഹെൽത്തിന് എങ്ങനെ വരും എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള 2 ടോപ്പിക്സ് മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇനി ഒരുപാട് കാര്യങ്ങൾ മെൻ്റൽ ഹെൽത്ത് ആക്ട് റിലേറ്റഡ് ആയിട്ടും സെക്ഷൻസ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ വരുന്ന സംഭവങ്ങളുണ്ട്. അതെല്ലാം ഈ ഒരു ഹോൾ കംപ്ലീറ്റ് വീഡിയോ സെഷനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പാക്കേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ സെഷൻസും ടോപ്പിക്സ് എല്ലാം തന്നെ കമ്മിങ് ഡേയ്സിൽ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അത് NHS-നാണെങ്കിലും ശരി അയർലൻഡിനാണെങ്കിലും ശരി, നിങ്ങൾക്ക് ആ ഫ്രീ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. ഇതുപോലെ വരുന്ന അപ്ഡേറ്റുകൾ, അതായത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കാര്യങ്ങളാവട്ടെ, പുതിയ റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റ്സ് UK ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും വരുന്ന വാക്കൻസീസ്, അത് മെൻ്റൽ ഹെൽത്ത് തൊട്ട് അഡൾട്ട് ആവട്ടെ, പീഡിയാട്രിക് ആവട്ടെ, മിഡ്വൈഫറി ആവട്ടെ, ജെന്യുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം നല്ല കോമ്പറ്റീഷനാണ്. അപ്പം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആര് ആദ്യം കാണുന്നോ, ആര് ആദ്യം അപ്ലൈ ചെയ്യുന്നോ അവർക്കായിരിക്കും ഷോർട്ട് ലിസ്റ്റിംഗ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം നിങ്ങൾക്കറിയാം 2-3 വർഷമായിട്ട് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊന്നും തന്നെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇപ്പം ഇടയ്ക്ക് അയർലൻഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അങ്ങിങ്ങായിട്ട് വാക്കൻസീസ് റിപ്പോർട്ടഡ് ആവുന്നുണ്ട്. പീഡിയാട്രിക്കിനും കമ്മ്യൂണിറ്റിക്കും മെൻ്റൽ ഹെൽത്തിനും അഡൾട്ടിനും ഒക്കെ തന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ട് നഴ്സിംഗ് ഹോമിലേക്കൊക്കെ തന്നെ നമുക്കിപ്പോൾ കുട്ടികൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അവരുടെ എല്ലാ സക്സസ്ഫുൾ വീഡിയോസ് ഈ കമ്മിങ് ഡേയ്സിൽ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ ഒരു ഇൻസ്പിറേഷണൽ ജേർണി, അവരെങ്ങനെ ആ ഒരു ജോബിലോട്ട് ലാൻഡ് ചെയ്തു, അവരെങ്ങനെ ഏജൻസിയിലോട്ട് എത്തി, എങ്ങനെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു, എങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു എന്നുള്ള സംഭവങ്ങളൊക്കെ. അപ്പം ഇപ്പോൾ ഒരു ഹാർഡ് വർക്കാണ്.
സിമ്പിളായിട്ടൊരു ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കില്ല. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ കഴിഞ്ഞ വെയിൽസിൻ്റെ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ശരി, മെൻ്റൽ ഹെൽത്തിൻ്റെ നടക്കുന്ന ഇൻ്റർവ്യൂസ് ആണെങ്കിലും അയർലൻഡ് ആവട്ടെ NHS ആയിക്കോട്ടെ, നമുക്ക് ഒരേ ഇൻ്റർവ്യൂവിന് തന്നെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള പല ആൾക്കാരാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് ജോയിൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എത്രത്തോളം കോമ്പറ്റീഷൻ ആയിരിക്കും. ബിക്കോസ് ഈ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അവരെ പഠിപ്പിക്കുന്നത്. ആൻഡ് അത് മാറും എപ്പോൾ കാൻഡിഡേറ്റ്സ് എത്രത്തോളം നന്നായിട്ട് പഠിച്ച് വരുന്നു, അവർ എത്രത്തോളം നന്നായിട്ട് ഫീഡ്ബാക്ക് തരുന്നത് പോലെ ഇരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാൻഡിഡേറ്റ് പറയുന്നുണ്ടായിരുന്നു അവർ 5 hours വീഡിയോ സെഷൻ കണ്ടില്ല, അവർക്ക് ഉറപ്പില്ലായിരുന്നു, അവർ ജനറൽ ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അവരൊഴികെ ബാക്കി ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന ചിലപ്പോൾ ഉള്ള ഒരു 9 ആൾക്കാരും ആ ഒരു 5 hours വീഡിയോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും ഒരു മോക്കിന് വന്നിട്ടുണ്ടാവുക. അപ്പം ഈ ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 20-25 ക്വസ്റ്റ്യൻസിലോട്ട് ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കും. കാര്യം എന്താ, അവർ ഓൾറെഡി ആ ഏരിയാസ് എല്ലാം കവർ ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗൈഡൻസ് നമ്മൾ തരുന്നതിനോടൊപ്പം ജസ്റ്റ് അത് പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു യൂസും ഇല്ല. ഈവൻ മോക്ക് സെഷൻ നിങ്ങൾ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും പ്രിപ്പയർ ചെയ്തൊരു മോക്കിലോട്ട് വന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി ചില സമയം നിങ്ങൾക്ക് ഈ വീഡിയോസ് റെക്കോർഡ് സെഷൻസ് കണ്ട് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്ത് സംസാരിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും നിങ്ങളൊന്ന് അസസ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങൾക്ക് ഒരു ഫേസ് ടു ഫേസ് സെഷൻ്റെ ആവശ്യം കാണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മോക്കിലേക്ക് എൻറോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ആ വീഡിയോ സെഷൻ കാണുമ്പോൾ, ആ കാൻഡിഡേറ്റ് സംസാരിക്കുമ്പോഴോ, അവരുടെ ലാംഗ്വേജ് ബാരിയർ കാണുമ്പോഴോ, നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലോ, നിങ്ങളൊന്ന് നിങ്ങളുടെ ലെവൽ നോക്കുക, എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നമുക്കൊരു ഇൻസൈറ്റ് വേണമല്ലോ എന്തായാലും, അല്ലേ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മോക്ക് വേണമോ വേണ്ടതെന്നുള്ളൊരു ഡിസൈഡ്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ റിമൈൻഡ് ചെയ്യാണ്, മോക്കിന് ഡേറ്റ് നമുക്ക് തരാനായിട്ട് ഭയങ്കര ടൈറ്റാണ്. കാര്യം അത്രയും മാത്രം കോമ്പറ്റീഷനും അത്രയും ഹെക്ടിക് സ്കെഡ്യൂളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാൻഡിഡേറ്റ്സ് ആണ് എൻറോൾ ചെയ്യുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വേണ്ടിയിട്ട്. അത് അയർലൻഡും NHSലുള്ള ആൾക്കാരും ഒരുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ ഇപ്പോൾ ഞാൻ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സസ് ആണെങ്കിലും മോക്ക് സെഷൻ ആണെങ്കിലും എനിക്ക് മാത്രമേ കൊടുക്കാനും സാധിക്കുള്ളൂ. നമുക്ക് മറ്റൊരാളെ ഇതിനകത്ത് റിലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മോക്ക് സെഷനിലേക്ക് വരികയാണ്, എൻറോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മുടെ കോർഡിനേറ്റേഴ്സിനെയോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ അവൈലബിൾ ഡേറ്റ്സ് നിങ്ങൾ അവരെ അറിയിക്കാം. ഓക്കെ, അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡേറ്റ്സ് അതിനനുസരിച്ച് നമുക്ക് കലണ്ടേഴ്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം മാക്സിമം നിങ്ങളുടെ റിക്വസ്റ്റ് ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. കാര്യം ഇതിനിടയിൽ ചൈൽഡ് കെയർ ആയിട്ട് വരുന്ന ആൾക്കാരും കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ തന്നെ വരുന്നുണ്ട്. ചില സമയത്ത് മെഡിക്കൽ റീസൺസ് എന്തെങ്കിലും കൊണ്ടുവന്ന് ചിലപ്പോൾ പിള്ളേർ പോസ്റ്റ്പോൺ ചെയ്യാം. അപ്പോൾ നിങ്ങളും കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഈസി ആയിട്ട് മോക്ക് സെഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മോക്ക് സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പ് വരുത്തുക നമ്മുടെ മാസ്റ്റർ ക്ലാസ് വീഡിയോസും അയച്ചു തരുന്ന മെറ്റീരിയൽസും നമ്മുടെ കോർഡിനേറ്റേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു മോക്കിലേക്ക് വരിക. കാര്യം അത്രയും വിലപ്പെട്ട ഒരു 2 മണിക്കൂറാണ് നമ്മൾ ഫേസ് ടു ഫേസ് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് യൂസ്ഫുൾ ആക്കുക. എന്നെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത്, ഐ എം മോർ ദാൻ ഹാപ്പി ടു ഗിവ് എവറിത്തിങ് ടു യു. കാര്യം നമ്മളുടെ അടുത്ത് എൻറോൾ ആവുന്ന എല്ലാ കാൻഡിഡേറ്റ്സ് ജയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ മാക്സിമം അപ്സ്കിൽ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഞാൻ നോക്കും. പക്ഷേ അത് എപ്പോഴാണ് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഹോം വർക്ക് ചെയ്ത് എൻ്റെ അടുത്ത് മോക്കിന് വരുമ്പോഴായിരിക്കും. അതൊരു ഇൻസ്റ്റൻറ്റിൽ തന്നെ എനിക്ക് മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യനോ നിങ്ങളുടെ സംസാരത്തിലോ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ ഇല്ലെന്നുള്ള കാര്യം. ബിക്കോസ് ഇന്നലെ എല്ലാ വർഷങ്ങളായി ഒരു ടീച്ചിങ് സെഷനും ഇൻ്റർവ്യൂ ക്ലാസ്സുകളൊക്കെ തന്നെ തുടങ്ങിയിട്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളെ മാക്സിമം NHS ഇൻ്റർവ്യൂസിനും അയർലൻഡ് ഇൻ്റർവ്യൂസിനും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ MNC അക്കാഡമി ടീം കംപ്ലീറ്റ്ലി റെഡിയാണ്. എന്തായാലും അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബിലും നമ്മുടെ വാട്സപ്പ് ചാനലും വാട്സപ്പ് ഫ്രീ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലെല്ലാം ജോയിൻ ചെയ്യാനും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാം എന്തായാലും. ഓക്കെ, ഫർദർ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഓൾറെഡി നിങ്ങളൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂളായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗോഡ് ബ്ലസ്. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. ഉറപ്പായിട്ടും ഈ പ്രിപ്പറേഷൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം നല്ല സ്ട്രോങ് ആയിട്ട്. ബിക്കോസ് നിങ്ങളവിടെ ഫേസ് ടു ഫേസിന് പോകുന്ന സമയത്താണെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എല്ലാം അല്ലേ, നമുക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കണം. അപ്പോൾ നല്ലൊരു ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് വേണം എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ആ ഒരു പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോവുക. താൻ പാതി ദൈവം പാതി എന്നുള്ളൊരു പോളിസി അല്ലേ. പിന്നെ മാക്സിമം നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. നമ്മുടെ ഒരു ഹാർഡ് വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ X or Y കിട്ടുമോ കിട്ടാതിരിക്കട്ടെ, നമുക്ക് ബാക്കി എന്തായാലും നോക്കാം. പക്ഷേ നമുക്കൊരു റിഗ്രറ്റ് ഒരിക്കലും തോന്നരുത്. അതാണ് നമ്മൾ മെയിനായിട്ട് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്കും ബെസ്റ്റ് വിഷസ് ഞാൻ പറയുന്നു. ബിക്കോസ് ഒരു മാറ്റർ ഓഫ് ടൈം മാത്രമാണ് നമ്മൾക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം ഷോർട്ട് ലിസ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് എന്തായാലും. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ആൾക്കാരെയും നമുക്ക് ഉടനെ തന്നെ നേരിട്ട് ഫേസ് ടു ഫേസ് കാണാം. നിങ്ങൾ ഇൻ്റർവ്യൂ സെഷൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിലും നമ്മുടെ നെക്സ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഒത്തുകൂടാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മലൂന സിംഗപ്പൂർ. ബൈ.